നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കിടക്കിടക്കിടക്കിടക്ക് നല്ല കുട്ടിയായിട്ട് ഇവിടെ കിടക്കാം. എന്നിട്ട് വേണം കളക്ടറായ ശാലിനിയമ്മയുടെ കൂടെ പാറുമോൾക്ക് ബോർഡ് ലൈറ്റ് ഒക്കെ വെച്ച കാറിലങ്ങോട്ട് പോവാൻ. എന്തായിരിക്കും ഗമ? കളക്ടർ ഓഫീസിലെ കൊസേറിലൊക്കെ കൂടി ഇരിക്കണ്ട നമുക്ക്. ഇങ്ങനെ 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 ഇങ്ങനെ. ആ അത് ശരി. ഡോ ഇയാളോട് ഞാനിത് പഠിക്കാനല്ലേ പറഞ്ഞത്? എടോ മോളെ ഞാൻ ഉറക്കിക്കോളാം, ഇയാൾ പൊക്കോ. ഇക്കാര്യം പറയാൻ മറന്നുപോയി ഞാൻ. ഇതെന്താ പണം? എവിടുന്ന് ഇതിന് മാത്രം പണം? ഇന്ന് വസുമതി ആന്റി കണ്ടിരുന്നു ഞാൻ. എന്നാ ഇതെന്റെ കൊച്ചുമോക്ക് പാറക്കുട്ടിക്ക്. ആന്റി, ഇതിന് നീ എതിരൊന്നും പറയരുത്. ഇതിന്ന് നീ ഒരു ചില്ലി തുട്ടെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കണ്ട. ഇവൾക്കുള്ള ചെലവുകൾക്ക് മാത്രം ഇതിൽ നിന്ന് പണം എടുത്താൽ മതി. അതിനുള്ള അവകാശവും എനിക്കിപ്പോ ഇല്ലേ? ഇവളുടെ അച്ഛമ്മയില്ലേ ഞാൻ? വിഷ്ണുട്ടം, ഇയാൾക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? വിഷ്ണുട്ടം, ഞാൻ എന്ത് ചെയ്യാനാ? മോൾക്കാണെന്നും പറഞ്ഞ് നിർബന്ധിച്ച് മോളുടെ കൈ കൊടുത്ത്. പോറ്റാ നിവർത്തിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മോളെ എടുക്കാൻ പാടില്ലായിരുന്നു. വിഷ്ണുട്ടം, നമ്മുടെ മോൾക്ക് ഒരു കവർ പാല് വാങ്ങിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല ഞാൻ. ഇനി ഇയാളോട് ഇക്കാര്യം സംസാരിക്കില്ല ഞാൻ. സഹായം സ്വീകരിച്ചോ? കിട്ടുന്നിടത്ത് മുഴുവൻ സഹായം സ്വീകരിച്ചോ? അമ്മയ്ക്കോ മോൾക്കോ ആർക്ക് വേണ്ടിയാണെങ്കിലും. ഒരു അപേക്ഷയുണ്ട്. ഈ പൈസ തികഞ്ഞില്ലെന്ന് തോന്നുമ്പോഴേ ഈ ബസ്സിലും ട്രെയിനിലൊക്കെ വയറ്റി തടിച്ച് പാടാനേ എന്റെ പാറക്കുട്ടി കൊണ്ടുവരുത്. വിഷ്ണുട്ടം, 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 ഞാനൊരു പാവമല്ലേ? എനിക്കറിയാതൊരു അബദ്ധം പറ്റിയതാ. എന്നോട് ക്ഷമിക്ക്. നമ്മുടെ പാറക്കുട്ടിയാണ്. കരയണ്ട. ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.